ഒറ്റുകാരനാ, അവൻ ചാരന. അവനെ പിടിച്ചാൽ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് അറിയാം. ഇത് കേൾക്കേണ്ട താമസം ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഓടി, സിദ്ദീഖ് തങ്ങൾ ഓടി, നമ്മൾ ഒരുപാട് സഹാബാക്കൾ ഓടാൻ ശ്രമിച്ചു. പക്ഷേ ഹജ്ജാജിനെ പിടിക്കാൻ കഴിയുന്നില്ല. ഒരു സഹാബാക്കൾക്കും ഹജ്ജാജിനെ പിടിക്കാൻ കഴിയില്ല. കാരണം നല്ല റൈസിംഗ് പവറുള്ള സ്പീഡുള്ള കുതിരയല്ലേ ഹജ്ജാജിന്റെ. ഒരുപാട് ദൂരങ്ങൾ താണ്ടിയിട്ട് സഹാബാക്കളൊക്കെ നിരാശയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ ഹജ്ജാജിന്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല, ഹജ്ജാജിനെ കിട്ടുന്നില്ല, പൊടി പോലും കാണാൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ബജ്ജി സുഹറാബി കഞ്ചക കാന്തരേ ഭഞ്ജനർ നീറോഷിയേ പയ്യമിലെ പീടി ചെയ്യുവാനാരിലും കയ്യുക എണ്ടീശയേ കുഞ്ചരം പോൽ പുകിവായ് മുന്തി മുറുകലിൽ അന്തേഹ ചാഷി അനന്തിടുക അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് സഹാബാക്കളെല്ലാം വളരെ സങ്കടം പറഞ്ഞു, നബിയേ ഹജ്ജാജിനെ പിടിക്കാൻ കഴിയുന്നില്ല, ഒരു പൊടി പോലും കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വളരെ താഴ്മയോടുകൂടി വിളിച്ചു, ബജ്ജി സുഹറാബി കഞ്ചക കാന്തരേ ഭഞ്ജനാ ദിറോഷിയേ. അല്ലാഹുവിന്റെ റസൂൽ ആരെയാ വിളിച്ചത്? ധീരകേസരിയായ തന്റെ മരുമകനായ ബജ്ജി, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ ഉറ്റ തോഴനെവിടെ? അലിയാർ തങ്ങളെ വിളിക്കേണ്ട താമസം. ലബ്ബൈക വസഅദക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളി കേൾക്കേണ്ട താമസം അലിയാർ തങ്ങൾ അതാ ദുൽഫഖാർ വാളുമായി ചാടി, നബിയേ ഞാൻ ഇവിടെ റെഡിയാ. ഈ സമയത്തോ ബയ്യനെ പിടി ചെയ്യുവാനാരിലും കയ്യുക എണ്ടിശയേ. അലി ആ പോയ മനുഷ്യനെ പിടിക്കാം ഈ സഹാബാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ പോയിട്ട് ആ മനുഷ്യനെ പിടിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോൾ മുഖിയർ ഏകലിൽ തഞ്ചിടുകാൻ കുഞ്ചരം പോൽപ്പുകിവാൻ ആവനായിൽ നിന്ന് വിട്ട അമ്പ് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ആജ്ഞ കേൾക്കേണ്ട താമസം തന്റെ ദുൽദുൽ കുതിരപ്പുറത്തേക്ക് ചാടി കേറിയിട്ട് തക്ബീറിന്റെ ധ്വനികൾ അന്തരീക്ഷത്തിൽ മുഖരിതമാക്കി അതാ അലിയാർ തങ്ങൾ ഹജ്ജാജിനെ പിടിക്കാൻ